അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഖിയാമത്തിൻ്റെ ഒരു വലിയ അടയാളത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ അടയാളത്തെ നേരിടാൻ ഒരു മനുഷ്യനും ശക്തിയുണ്ടാകില്ല. ഖിയാമത്തിൻ്റെ സമീപത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ജനതയെക്കുറിച്ചാണ് ഇത്. യാജൂജും മാജൂജും. ഈ ലോകത്ത് യാജൂജിൻ്റെയും മാജൂജിൻ്റെയും വീണ്ടും പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രാധാന്യം ഖിയാമത്തിൻ്റെ ഒരു പ്രധാന അടയാളമായ ദജ്ജാൽ എന്ന വ്യക്തിയേക്കാൾ പോലും വലുതാണ്. കാരണം ദജ്ജാലിനെക്കുറിച്ച് ഖുർആനിൽ ഒരിടത്തും പരാമർശമില്ല, എന്നാൽ യാജൂജിനെയും മാജൂജിനെയും കുറിച്ച് ഖുർആനിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ജനതയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും അറിവില്ല. യാജൂജും മാജൂജും എങ്ങനെയാണ് കാണപ്പെടുന്നത്? അവരുടെ രൂപവും ശരീരപ്രകൃതിയും എന്താണ്? ഹസ്രത്ത് ദുൽഖർനൈൻ അലൈഹിസ്സലാം നിർമ്മിച്ച ആ മതിൽ ഏതാണതിനുള്ളിൽ യാജൂജും മാജൂജും എങ്ങനെ തടവിലാക്കപ്പെട്ടിരിക്കുന്നു? ആ മതിലിൽ അവർ എത്രത്തോളം ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട്? ഈ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, പുരാതന കാലത്ത് പല ജനതകളും ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അവർ അക്രമത്തിലും അനീതിയിലും സമാനതകളില്ലാത്തവരായിരുന്നു. അവരുടെ ശക്തിയുടെയും ഭീകരതയുടെയും അടിസ്ഥാനത്തിൽ എല്ലായിടത്തും അവരുടെ ആധിപത്യം നിലനിന്നിരുന്നു. യാജൂജും മാജൂജും അത്തരത്തിലുള്ള ഒരു ജനതയായിരുന്നു. അക്രമത്തിൻ്റെയും അനീതിയുടെയും കഥകൾ രചിച്ച ഈ ജനത മറ്റൊരു ജീവിയല്ല, മറിച്ച് ആദം നബിയുടെ സന്തതികളിൽ നിന്നുള്ളവരാണ്. ചില വിദ്വാൻമാരുടെ അഭിപ്രായപ്രകാരം ഈ ജനത ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഹസ്രത്ത് നൂഹ് നബിക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാളുടെ പേര് യാഫിസ് എന്നായിരുന്നു. യാഫിസിന് 12 മക്കളുണ്ടായിരുന്നു. അവരിൽ 2 പേരുടെ പേര് യാജൂജും മാജൂജുമായിരുന്നു. അവരിൽ നിന്നാണ് ഈ ജനതയുടെ വംശം പിന്നീട് വളർന്നത്. ഇതിനോടൊപ്പം യാജൂജിൻ്റെയും മാജൂജിൻ്റെയും കഥയിൽ ഒരു പ്രധാന പേരുകൂടി പരാമർശിക്കപ്പെടുന്നു: ഹസ്രത്ത് ദുൽഖർനൈൻ. സുഹൃത്തുക്കളെ, ഹസ്രത്ത് ദുൽഖർനൈനെക്കുറിച്ച് പറയപ്പെടുന്നവർ ഒരു നബിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഒരു നീതിമാനായ ദാസനും രാജാവുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ദുൽഖർനൈൻ എന്ന വിളിപ്പേര് ചില കാരണങ്ങളാൽ നൽകപ്പെട്ടു. ഒന്നാമതായി, അവർ ഭൂമിയുടെ 2 അതിർത്തികളിലേക്ക് കിഴക്കും പടിഞ്ഞാറും സഞ്ചരിച്ചിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ റോമിൻ്റെയും പേർഷ്യയുടെയും ഭരണാധികാരം അദ്ദേഹത്തിന് ലഭിച്ചതിനാലാണ് ഈ പേര് ലഭിച്ചത്. ധീരനും ശക്തനുമായ ഒരു രാജാവായിരുന്നതിനാൽ ലോകത്തിലെ മറ്റ് രാജാക്കന്മാർ അവൻ്റെ അധീനതയിലായിരുന്നു. അവൻ്റെ അടുത്ത ബന്ധുവായ ഹസ്രത്ത് ഖിദിർ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഹസ്രത്ത് ദുൽഖർനൈൻ എപ്പോഴും യാത്രാവസ്ഥയിലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു രാജ്യത്ത് എത്തിച്ചേർന്നു. അവിടെ തുർക്കികൾ വസിച്ചിരുന്നു. ആ രാജ്യം ആർമേനിയയുടെയും അസർബൈജാന്റെയും അതിർത്തിക്ക് സമീപമായിരുന്നു. അവിടെ 2 മലകൾക്കിടയിൽ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ഒരു ജനത വസിച്ചിരുന്നു. അവർ തുർക്കികളെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ ധിക്കാരവും കലാപകരമായ പ്രവൃത്തികളും കൊണ്ട് പ്രശസ്തരായിരുന്നു. ഈ ജനത എല്ലാത്തരം തിന്മകളുടെയും സമ്മേളനമായിരുന്നു. അവർ അതിശക്തരായിരുന്നതിനാൽ അവരെ നേരിടാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. ഖുർആൻ കരീമിലെ സൂറത്തുൽ കഹ്ഫിൽ യാജൂജിനെയും മാജൂജിനെയും ഹസ്രത്ത് ദുൽഖർനൈൻ്റെ സംഭവങ്ങളെ വിവരിക്കവേ ഇങ്ങനെ പറയുന്നു: അദ്ദേഹം തൻ്റെ വടക്കൻ യാത്രയ്ക്കിടെ 2 മലകൾക്കിടയിലെത്തിയപ്പോൾ അവിടെ ഒരു ജനതയെ കണ്ടുമുട്ടി. അവരുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. വിവർത്തകന്റെ സഹായത്തോടെ സംഭാഷണം നടന്നപ്പോൾ അവർ പറഞ്ഞു: യാജൂജും മാജൂജും ഈ രാജ്യത്ത് വലിയ കുഴപ്പക്കാരാണ്. ഞങ്ങൾ നിനക്ക് പ്രതിഫലം നൽകാം. നിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ ഒരു മതിൽ നിർമ്മിക്കാമോ? ഹസ്രത്ത് ദുൽഖർനൈൻ യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മനസ്സിൽ കണ്ട് ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായി. അവർ ആ മലകൾക്കിടയിൽ ഇരുമ്പും ഉരുകിയ ചെമ്പും ഉപയോഗിച്ച് ഒരു ശക്തമായ മതിൽ നിർമ്മിച്ചു. ഈ മതിൽ മൂലം യാജൂജിൻ്റെയും മാജൂജിൻ്റെയും കുഴപ്പങ്ങൾ താത്കാലികമായി അവസാനിച്ചു. മതിൽ പൂർത്തിയായപ്പോൾ ഹസ്രത്ത് ദുൽഖർനൈൻ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. എന്നാൽ ഈ മതിൽ എത്ര ശക്തമാണെങ്കിലും അതെന്നേക്കും നിലനിൽക്കില്ലെന്ന് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ ഈ മതിൽ തകർക്കപ്പെടും. സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു:
ഈ മതിലിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാകുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിലൊന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നു, യാജൂജും മാജൂജും ഓരോ ദിവസവും ഈ മതിൽ തകർക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ അവർ നാളെ എന്ന് പറഞ്ഞ് വിടുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം അവർ ഒരു ദിവസം നാളെ ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അപ്പോൾ അടുത്ത ദിവസം അവർ മതിൽ തകർത്ത് പുറത്തുവരും. ഈ ജനത പുറത്തുവരുമ്പോൾ അവർ വൻ നാശം വിതയ്ക്കും. അവരുടെ ആദ്യ സംഘം ടിബേറിയസ് തടാകത്തിലെ മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കും. അവസാന സംഘം അവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു കാലത്ത് വെള്ളമുണ്ടായിരുന്നു എന്ന് അത്ഭുതത്തോടെ പറയും. അവർ എല്ലായിടത്തും കുഴപ്പം വിതയ്ക്കും. ഓരോ ഉയർന്ന സ്ഥലത്തു നിന്നും ഇറങ്ങിവരും. ഒരു ഘട്ടത്തിൽ ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും അവർക്കായിരിക്കും. അവർ ജെറുസലേമിലെ മലയിലെത്തുമ്പോൾ ഇപ്പോൾ ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞാകാശത്തേക്ക് അസ്ത്രങ്ങൾ എയ്യാൻ തുടങ്ങും. ആ അസ്ത്രങ്ങൾ രക്തത്തിൽ മുങ്ങിത്തിരിച്ചുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാജൂജിന്റെയും മാജൂജിന്റെയും രൂപത്തെ വിവരിച്ചിട്ടുണ്ട്. അവർക്ക് ചെറിയ ഉയരവും വീതിയേറിയ മുഖവും ചെറിയ കണ്ണുകളുമുണ്ടായിരിക്കും. ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം ഈ സമയത്ത് മുസ്ലിംകളെ തൂർമലയിൽ ഒരുമിച്ചുകൂട്ടാൻ അള്ളാഹു കൽപ്പിക്കും. കാരണം യാജൂജിനെയും മാജൂജിനെയും നേരിടാൻ ആർക്കും കഴിയില്ല. ഹസ്രത്ത് ഈസായും അദ്ദേഹത്തിന്റെ അനുയായികളും ഒരിടത്ത് ഒത്തുകൂടുമ്പോൾ അവിടെ ഭക്ഷണത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടും. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹു യാജൂജിന്റെയും മാജൂജിന്റെയും കഴുത്തിലും ചെവികളിലും പ്രാണികളെ സൃഷ്ടിക്കും. അവർ എല്ലാവരും അതിൽ നിന്ന് നശിക്കും. അവരുടെ മൃതദേഹങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കും. പിന്നീട് അള്ളാഹു പ്രത്യേകതരം പക്ഷികളെ നിയോഗിക്കും. അവയ്ക്ക് ഒട്ടകത്തിന്റെ കഴുത്തിന്റെ രൂപമായിരിക്കും. അവർ ഈ മൃതദേഹങ്ങളെടുത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരിടത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ശക്തമായ മഴ പെയ്യും. അത് ഭൂമിയെ ശുദ്ധമാക്കും. ഭൂമിയിൽ എല്ലായിടത്തും പച്ചപ്പും സമൃദ്ധിയും നിറയും. ഇങ്ങനെ യാജൂജിന്റെയും മാജൂജിന്റെയും ഈ ലോകത്തെ അവസാനം സംഭവിക്കും. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.